Dear students, ഇന്ന് ഒരു സാമ്പിൾ പേപ്പറാണ് ചെയ്യുന്നത്. അതിൻ്റെ സെക്ഷൻ എയിലുള്ള ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. If 1 0 of the quadratic polynomial x square plus 3x plus k is 2, then the value of k is. അതായത് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഒരു 0 ആണ് 2. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കാണാനാണ്. അപ്പോൾ 0 ആണെങ്കിൽ നമുക്ക് അതിൽ അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് പോളിനോമിയൽ എന്താ തന്നിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് കെ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു 0 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 4 പ്ലസ് 6 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഈക്വൽ ടു 10 plus k equal to 0, k equal to minus 10. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് k equal to minus 10. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, if a equal to 2 raised to 3 into 3, b equal to 2 into 3 into 5, c equal to 3 raised to n into 5 and LCM ABC. ABCയുടെ LCM എന്ന് പറയുന്നത് 2 ക്യൂബ്. LCM അവിടെ തന്നിട്ടുള്ളത് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ LCM കാണുമ്പോൾ ഹയസ്റ്റ് പവർ വരുന്നതാണ് നമ്മൾ LCM എഴുതുക. അപ്പോൾ 2 ക്യൂബ് ഇവിടെ 2 ക്യൂബ് ആയി, 3 സ്ക്വയർ ഇവിടെ നമുക്ക് 3 ഉള്ളൂ, ഇതിലും 3 ഉള്ളൂ, ഇവിടെ 3 raised to n. അപ്പോൾ എന്നിന് എന്ത് വാല്യൂ വരണം? അവിടെ 2 വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് LCM 3 സ്ക്വയറിന് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഹയസ്റ്റ് പവർ ഉള്ളതാണ് നമ്മൾ എടുത്ത് എഴുതുക. അപ്പോൾ n ഈക്വൽ ടു 2. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് n ഈക്വൽ ടു 2. അടുത്തത് sin square 60 minus 2 tan 45 minus cos square 30 ആണ്. അപ്പോൾ sin square 60, sin 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ √3/2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് cos square 30 എന്ന് പറഞ്ഞാൽ cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. അപ്പോൾ √3/2 ഹോൾ സ്ക്വയർ ഇത് രണ്ടും എന്താവും? ക്യാൻസൽ ആവും. അപ്പോൾ 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് -2. അതിന്റെ ആൻസർ -2. Given figure AOB is a diameter of a circle with center O. The value of tan A into tan B will be. അപ്പോൾ അവിടെ tan യും tan B യുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന AB എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സൈഡ് ആണ്. അപ്പോൾ tan A ഇവിടെ tan A എന്ന് പറയുന്നത് എന്തായിരിക്കും? tan A ഈക്വൽ ടു A എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് 2/3, അഡ്ജസൻറ്റ് സൈഡ് 3. tan B എന്ന് പറയുന്നത് ബിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 3/2. അപ്പോൾ tan A ഇൻറ്റു tan B എന്ന് പറയുന്നത് 2/3 ഇൻറ്റു 3/2 ആണ് വരിക. 2/3 ഇൻറ്റു 3/2 എന്ന് വരുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി 1 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 1 ആൻസർ 1. If a circular glass lawn of 35 meter in radius has a path 7 meter wide running around it on the outside, then the area of the path is. അതായത് ഇവിടെ ഒരു സർക്കുലർ ഗ്ലാസ് ലോൺ, അതിന്റെ റേഡിയസ് 35 മീറ്ററിന് തന്നിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു 7 മീറ്റർ വൈഡില് നമുക്ക് ഒരു പാത്ത് ഉണ്ട്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് 7 മീറ്റർ. അപ്പോൾ ഈ വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 35, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ 7 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 42. അപ്പോൾ ഇതാണ് അതിന്റെ റേഡിയസ്. നമുക്ക് ഈ ഒരു പാത്തിന്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് πr² മൈനസ് r². അതായത് πr² വലിയ സർക്കിളിന്റെ ഏരിയ, അതിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ πr² മൈനസ് πr² ചെറിയ സർക്കിളിന്റെ ഏരിയ. അപ്പോൾ അതിന് π കോമൺ ആയിട്ട് എടുക്കുമ്പോൾ π ഇൻറ്റു r² മൈനസ് r² വരും. അപ്പോൾ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു r² എന്ന് പറയുന്നത് 42 സ്ക്വയർ മൈനസ് 35 സ്ക്വയർ. ഇതിനെ ഒന്നുമില്ലെങ്കിൽ 42 സ്ക്വയർ കണ്ടുപിടിക്കുക, അതുപോലെ 35 സ്ക്വയർ കണ്ടുപിടിക്കുക, രണ്ടും മൈനസ് ചെയ്തിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. അതായത് a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a മൈനസ് b. വലിയ നമ്പർ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയും ചെയ്യാം. പ്ലസ് 35 ഇൻറ്റു 4, അതായത് a+b ഇൻറ്റു a മൈനസ് b. അപ്പോൾ എന്ത് കിട്ടും? 22/7 ഇൻറ്റു 42 പ്ലസ് 35 എന്ന് പറയുന്നത് 77 വരും. 77 ഇൻറ്റു ഇവിടെയാണെങ്കിൽ 7. അപ്പോൾ 7ഉം ഇതും ക്യാൻസലായി. 22 ഇൻറ്റു 77 14 1 50 14 1 15
1694 meter square ആണ് അതിന്റെ ആൻസർ. ABC and BD are two equilateral triangles such that D is the midpoint of BC. Ratio of the areas of triangle ABC and BDE. ABCന്റെയും BDന്റെയും റേഷ്യോ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിരിക്കും. കാരണം D മിഡ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ BD ബിക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE എന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് BD ബൈ BC ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ BD ബൈ BC ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ BD ബൈ അതായത് ABC, അപ്പോൾ ഇവിടെ മാറിപ്പോയി, അതായത് BC ബൈ BD ഹോൾ സ്ക്വയർ ആണ് വരിക. കാരണം വലിയ ട്രയാങ്കിൾ ABC ആണ്. അപ്പൊ BC ബൈ BD ഹോൾ സ്ക്വയർ എന്ന് വരും. BC എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് BD ആണ്. 2BD ബൈ BD ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ അവിടെ BD ക്യാൻസൽ ആവും, 2 സ്ക്വയർ. അപ്പോൾ 4:1 ആണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത്, ടു സിമിലർ ട്രയാങ്കിൾസ് ABC ആൻഡ് PQR ഹാവ് ദെയർ ഏരിയാസ് 25, 49 റെസ്പെക്റ്റീവ്ലി. QR 98 എന്നുണ്ട്. അതായത് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. 25/49. ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സ് ABCയും ട്രയാങ്കിൾ ABCയും PQR ആണ്. അപ്പോൾ AB ബൈ PQ, BC ബൈ QR ആണ് വരിക. BC ബൈ QR ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 25/49 ഈക്വൽ ടു BC ബൈ QR എന്ന് പറയുന്നത് 9.8 ഹോൾ സ്ക്വയർ, BC സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. BC സ്ക്വയർ എന്ന് പറയുന്നത് 25 ഇൻറ്റു 9.8 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 49. BC സ്ക്വയർ ഈക്വൽ ടു 25 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 9.8 ഇൻറ്റു 5, അപ്പോൾ 0, 4, 49. BC സ്ക്വയർ ഈക്വൽ ടു 49 വരും. അപ്പോൾ BC എന്ന് പറയുന്നത് √49. √49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സെന്റിമീറ്റർ ആണ് BC കിട്ടുന്നത്. If x is equal to 3 sin theta plus 4 cos theta and y equal to 3 cos theta minus 4 sin theta, then x square plus y square. അവിടെ x square plus y square ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ x എന്ന് പറയുന്നത് 3 sin theta plus 4 cos theta ആണ്. അപ്പോൾ x square എന്ന് പറയുന്നത് 4 cos theta. x square എന്ന് പറയുന്നത് ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ അതായത് x square എന്ന് പറയുന്നത് a plus b ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? a square plus b square plus 2ab അങ്ങനെയാണ് വരിക. അപ്പോൾ a square എന്ന് പറയുന്നത് 9 sin square theta plus 16 cos square theta plus 2 into 3 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 sin theta cos theta എന്ന് വരും. അതുപോലെ ഇനി y square എന്ന് പറയുന്നത് a minus b ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? 9 cos square theta plus 16 sin square theta, അവിടെ -24 sin theta cos theta, അതായത് 2ab. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്താവും? ക്യാൻസൽ ആയി പോകും. +24 sin theta cos theta -24 sin theta cos theta ക്യാൻസൽ ആയിട്ട് ഇവിടെ 9 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. sin square theta plus cos square theta എന്ന് വരും. അതുപോലെ ഇവിടെ 16 കോമൺ ആയിട്ട് എടുക്കുക. sin square theta plus cos square theta എന്ന് വരും. അപ്പോൾ ഇത് x square plus y square ആണ്. അപ്പോൾ എന്താണ്? ഇത് 1 ആണ്, ഐഡന്റിറ്റി ഇതും 1. അപ്പോൾ 9 + 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 25. Probability of getting a number greater than 3 in throwing a die. അപ്പോൾ greater than 3 ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് 6 ഔട്ട്കംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6. ഇനി 3 greater than 3, അപ്പോൾ 4, 5, 6 3 നമ്പേഴ്സ്. അപ്പോൾ 3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. അപ്പോൾ അതിന്റെ ആൻസർ 1/2. പിന്നെ അടുത്തത്, if a square equal to 23/25 then a is, അവിടെ a ആണ് കാണേണ്ടത്. അതായത് a square 23/25 എന്ന് പറഞ്ഞാൽ a എന്ന് പറയുന്നത് √23/25. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുക? √23/5. അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു ഇറാഷണൽ. √23 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ
ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ്